കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നടത്തിക്കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന് നന്ദി പറയാം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒന്നിനും മുടക്കം വരുത്തില്ല. നമുക്ക് ബുദ്ധിമുട്ട് എന്ന് തോന്നുന്ന സാഹചര്യങ്ങളും അത് മുടക്കം കൂടാതെ നടത്തിത്തരാൻ അത് സമയത്ത് സകലവും ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ പ്രവർത്തികൾ ഉത്തമമെന്നല്ല, അത്യുത്തമമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്യുത്തമമാണ്, ഏറ്റവും ടോപ്പാണ്. നമ്മുടെ ചിന്തകൾ അനുസരിച്ചല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്നത്. നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുമ്പോഴാണ് പരിധിയും പരിമിതിയുമില്ലാത്ത ദൈവം നാം ചിന്തിക്കുന്നതിനേക്കാൾ, ആലോചിച്ച് ഭയപ്പെടുന്നതിനേക്കാൾ ഒക്കെ ശ്രേഷ്ഠകരമായി ചെയ്തു തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അത് ഏത് വിഷയമാകട്ടെ, എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ ദൈവത്തിന് ചെറുത് വലുത് അങ്ങനൊരു വിഷയമില്ല. നമുക്കാണത് വലിയ വിഷയമാണ്, വലുത് എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിനെല്ലാം ഒരുപോലെയുള്ളൂ. പരിധിയില്ലാത്ത ദൈവം, പരിമിതിയില്ലാത്ത ദൈവം, സൃഷ്ടിതാവായ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്കുകൊണ്ടുണ്ടാക്കിയ ദൈവം അവിടത്തേക്ക് സകലവും കഴിയുമല്ലോ. വിടുതൽ വേണ്ട വിഷയത്തിന്മേൽ ഈ പ്രഭാതത്തിലും ആ ശ്രേഷ്ഠഭുജം നീട്ടുവാൻ അവിടത്തേക്ക് കഴിയും എന്ന് വിശ്വസിക്കണം. നമ്മളെ കണക്ക് കൂട്ടി നോക്കിയാൽ എങ്ങനെ ഇത് തീരും? ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ. നമ്മുടെ ഇന്ന് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് സകലത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിവുള്ളവൻ നമ്മുടെ പടകിലുണ്ട് എന്ന് ഈ പകൽ ഒരു ഉറപ്പ് ഉണ്ടായിരിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ്, നമ്മുടെ സ്വാധീനങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് ശക്തനാക്കുന്ന ദൈവം, സകലത്തേക്കാൾ കീഴാക്കിയവൻ നമ്മോട് കൂടെ ഇരുന്നിട്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുന്നു. അതുകൊണ്ടല്ലേ അവിടുന്ന് വിളിച്ച് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ താങ്ങും. ആർക്ക് പറയാൻ പറ്റും ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ കരങ്ങളൊക്കെ പിൻവലിച്ചപ്പോഴും, പ്രതീക്ഷയിൽ നമ്മൾ നോക്കി നിന്നവരൊക്കെ മാറിപ്പോയപ്പോഴും, എല്ലാ ദിവസവും കേൾക്കുന്ന ശബ്ദം, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആ നാമത്തിൻ്റെ പ്രസക്തി ഈ പകൽ ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനല്ല ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഏതു സമയത്തും സഹായിക്കാൻ കഴിവുള്ള, തീർപ്പ് കൽപ്പിക്കേണ്ടിടത്ത് തീർപ്പ് കൽപ്പിക്കേണ്ടതുപോലെ ചെയ്യാൻ കഴിവുള്ള സർവശക്തനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇന്ന് പകലൊരു പ്രഖ്യാപനം ചെയ്യാൻ തയ്യാറാകണം. വളരെ സുപരിതമായ വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. യോവേൽ പ്രവചനം 2
29 വാക്യം, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ദൈവം പറയുകയാണ്, ഞാൻ ആത്മാവിനെ പകരും ദാസന്മാരുടെ മേൽ, ദാസിമാരുടെ മേൽ ആത്മാവിനെ പകരും. അതിൻ്റെ ശേഷം അതിൻ്റെ 28 വാക്യമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിൻ്റെ മേലും ആത്മാവിനെ പകരും. എന്നിട്ടാണ് നമ്മുടെ കുറിവാക്യം 29, ഞാൻ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും. അപ്പോൾ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ആത്മാവ് വരുമ്പോൾ, നിൻ്റെ ദാസന് നിൻ്റെ ശക്തി തന്ന ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന. അപ്പോൾ ദാസന്മാരുടെ മേൽ ശക്തി വന്നാൽ, ആത്മാവ് വന്നാൽ, അവർ എഴുന്നേൽക്കാൻ തുടങ്ങും, അവർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും, അവർ ആത്മാവിൽ നടക്കാൻ തുടങ്ങും, ആത്മാവിൽ വൻ കാര്യങ്ങൾ കാണാൻ തുടങ്ങും. അതിൻ്റെ ശേഷമോ തകർന്നുപോയൊരു കാലഘട്ടം, പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ പോലും കേൾക്കാത്ത വാർത്തകൾ, വിത്തുകൾ കരിഞ്ഞു പോകുന്നു, പാണ്ഡികശാലകൾ ശൂന്യമായി കിടക്കുന്നു, വെട്ടുക്കിളി, തുള്ളൻ, പച്ചപ്പുഴു, വിട്ടിൽ നശിപ്പിക്കപ്പെട്ട സംവത്സരങ്ങൾ, എങ്ങും തകർച്ചകൾ. പക്ഷേ ജനം നിലവിളിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, അനുതപിച്ചപ്പോൾ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ്. അവരുടെ നടുവിലേക്ക് ദൈവം ഇറങ്ങിയിട്ട് പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിലുണ്ട്, ലജ്ജിച്ചു പോകില്ല. എന്നിട്ടാണ് പറയുക, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിൻ്റെ മേലും, സകല ജഡത്തിൻ്റെ മേലും, എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും തലമുറകളുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. ഏത് കാലഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള, കരുത്ത് നൽകുന്ന, അമിത ബലമായ, അത്യന്ത ശക്തിയായ, അളവറ്റ വലുപ്പമായ ആത്മാവിൻ്റെ ശക്തി ഞാൻ എൻ്റെ ദാസന്മാരുടെ മേൽ ദാസിമാരുടെ മേൽ നൽകുമ്പോൾ, അവർ ആത്മാവിൻ്റെ സ്വാധീനത്താൽ, ആത്മശക്തിയോടെ രാജ്യങ്ങളെ പിടിച്ചടക്കാൻ, കുലുക്കേണ്ടതിനെ കുലുക്കാൻ, കൽപ്പിക്കേണ്ടതിനോട് കൽപ്പിക്കാൻ, കൈപിടിച്ചെഴുന്നേൽപ്പിക്കേണ്ടതിനെ എഴുന്നേൽപ്പിക്കാൻ, പ്രവചന ദൂതുകൾ വിളിച്ചു പറയാൻ, കമാൻഡുകൾ പുറപ്പെടുവിക്കേണ്ടടുത്ത് കമാൻഡുകൾ പുറപ്പെടുവിച്ച് തകർന്നിരിക്കുന്ന ചിലതിനെ പണിയാൻ, ഇടിഞ്ഞു കിടക്കുന്ന ചിലതിൻ്റെ കേടുപാടുകളെ തീർക്കാൻ എൻ്റെ ദാസന്മാരെയും എൻ്റെ ദാസിമാരെയും അവരുടെ തലമുറകളെയും പ്രാർത്ഥിക്കുന്ന ഒരു ജനറേഷനെയും ദൈവം ഈ ദിവസങ്ങളിൽ ആത്മാവിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ദൂത് ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ആത്മാവ് വന്നാൽ, ഒരു ഭക്തൻ പറയുന്ന പ്രസ്താവന, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യങ്ങളെ സാധിപ്പിക്കും, അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ആത്മശക്തിയോടെ ഇടിഞ്ഞു കിടക്കുന്ന, തകർന്നു കിടക്കുന്ന, ചണ്ടിക്കുംഭാരമായ, തീ വച്ച് ചുട്ട് നശിപ്പിക്കപ്പെട്ട അവസ്ഥകളെ പണിയാൻ ആത്മനിയോഗം പ്രാപിച്ച, ആത്മശക്തി പ്രാപിച്ച പ്രാർത്ഥന. കാരണം നെഹമ്യാവിരുന്ന് കരഞ്ഞു, ദുഃഖിച്ചു കരഞ്ഞു, ദൈവ സാന്നിധ്യം ഇറങ്ങി. പ്രൈസ് ദ ലോർഡ്. ഒരു അനോയിന്റിങ് തൻ്റെ മേൽ കൈമാറി. ഈ പകൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഇടിഞ്ഞു കിടക്കുന്ന ചിലതിനെ, ചണ്ടിക്കൂമ്പാരമായ ചിലതിനെ, പിശാചു വെല്ലുവിളിച്ചാരു നോക്കിയാലും പണിയത്തില്ല, പൂർത്തീകരണത്തിലേക്ക് നടത്തത്തിൽ ഇവിടം കൊണ്ട് തീരുമെന്ന് പറയുന്ന ചിലതിനെ പണിഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ, ഹല്ലേലൂയ, പൂട്ടുമെന്ന് പറഞ്ഞ ചിലതിനെ ആത്മാവിൽ തുറന്നു വിടാൻ, പൂട്ടിയതിനെ തുറക്കാൻ, ഓടിപ്പോകുമെന്ന് പറയുന്ന ഇടത്ത് നെഹമ്യാവിനെ പോലെ പറയുന്നു, ആത്മാവ് പ്രാപിച്ച ഞാൻ ഓടിപ്പോവില്ല, നിയോഗം പ്രാപിച്ച ഞാൻ ഓടിപ്പോവില്ല. ഇതിൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദാസന്മാരുടെ മേൽ ആത്മാവ് വന്നാൽ ഒരു വലിയ പണിക്ക് വേണ്ടി തകർന്നിരിക്കുന്ന ചില കുടുംബങ്ങളെ പണിയാൻ, ചില അവകാശങ്ങളെ പണിയാൻ,
പിശാച് ഇടിച്ചു കളഞ്ഞ ചിതരെ ആത്മാവിൽ പണിഞ്ഞ് പുറത്തു കൊണ്ടുവന്ന പൂർത്തീകരണത്തിലേക്ക് നയിക്കാൻ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഈ പകൽ ഈ ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്യുക. കർത്താവ് ഈ ആത്മപകർച്ചയുന്ന പകൽ എൻ്റെ കുടുംബത്തിനകത്തൊന്നയക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ പകർച്ച അനുതാപത്തോടെ കരയൂ, പ്രാർത്ഥനയോടെ കരയൂ, വിലാപത്തോടെ ദൈവം പാകെ അടുത്തു വരൂ. ദൈവം ആത്മമാരി നിങ്ങളുടെ മേലയക്കും. ഒരു അതോറിറ്റി നിങ്ങൾക്ക് കൈമാറും. തുടക്കത്തിൽ ചിലതിനോട് കൽപ്പിക്കാൻ, വെളിവരാൻ പറയാൻ, എഴുന്നേൽക്കാൻ പറയാൻ, യെസ് നിശ്ചലമാകാൻ പറയാൻ. ഹല്ലേലൂയ. ചിലതിനെ ആത്മാവിൽ കെട്ടാൻ, കെട്ടിയ ചില അന്ധകാര മണ്ഡലങ്ങളെ നോക്കി അതിനെ ആത്മാവിൽ അഴിച്ചുവിടുന്നു എന്ന് പറയാൻ. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ആത്മശക്തി ഏത് ക്ഷാമത്തിലും പിടിച്ചു നിൽക്കാൻ ആത്മമാരി ഇന്ന് പകൽ ദൈവം കൈമാറുന്നു. വിശ്വസിക്കുന്നവർ ഈ ദൂത് ഏറ്റെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കർത്താവേ, ഞങ്ങളുടെ മേലത് പകരാൻ അങ്ങേക്ക് പ്രസാദം തോന്നണമേ. ആ നിയോഗം ഞങ്ങളുടെ മേൽ കൈമാറണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ. ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം അഭിഷേകത്തോടെ ഞങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഞങ്ങളുടെ തലമുറകൾ അത് തിരിച്ചറിയട്ടെ. അവരുടെ വഴികൾ തിരിഞ്ഞു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭാവി അടയ്ക്കുന്ന മണ്ഡലങ്ങൾ ഈ പകൽ തകർന്നു മാറട്ടെ. പ്രാർത്ഥിക്കാൻ കഴിയാതെ ജനത്തെ ഞെരുക്കുന്ന ഞെരുക്കങ്ങൾ ഈ പകൽ പൊട്ടിയവർ ആത്മാവിൽ ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. വലിയ മിറക്കിളുകൾ ഇന്ന് പോലെ പ്രാർത്ഥനയിൽ സംഭവിക്കട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തന്നെ ആമേൻ ആമേൻ. സഹോദരങ്ങളെ, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ആത്മാവിനെ പകരും. ഇതൊരു പകർച്ചയാണ്. അടുത്തിടത്തേക്ക് ഇത് പകരണം. നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്ന ആളുടെ മേൽ ഇത് പകരണം. നിങ്ങളുടെ തലമുറകളിലേക്ക് ഇത് പകരണം. പ്രാർത്ഥനയിലൂടെ ഇത് പകരും. ഒരാത്മപകർച്ചയ്ക്ക് വേണ്ടി ആത്മാവിൽ നടക്കുന്ന ഒരു ജനറേഷനാക്കി തീരാൻ ഈ പകൽ ദൈവത്തിന് നിങ്ങളെപ്പറ്റി പദ്ധതിയുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കൂ. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നിയോഗം അവിടെ നിങ്ങളുടെ മേൽ കൈമാറട്ടെ. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.